മലപ്പുറത്തായാലും പൊന്നാനിയിലായാലും എല്ലാ കാലത്തും ലീഗ് മത്സരിക്കുകയും ലീഗ് വിജയിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ചിട്ട് ഈ രണ്ട് മണ്ഡലങ്ങളും വനിതാ സംവരണം ആവുകയാണെങ്കിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരിക്കും. കാരണം ലീഗ് ഒരിക്കലും പാർലമെന്റിലേക്ക് ഒരു സ്ത്രീ മത്സരിപ്പിച്ചിട്ടില്ല, അങ്ങനെ ഒരു സ്ത്രീ നേതാവും അവർക്കില്ല. രാജ്യത്തുള്ള സ്ത്രീകളെല്ലാം ഈ സ്ത്രീ സംവരണ ബില്ലിലൂടെ മോദിയുടെ ആരാധകരായി മാറണം എന്നുള്ളതാണ് അവർ. കാരണം സ്ത്രീകൾക്ക് ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, അത് മോദിയിലൂടെ മാത്രമാണ് എന്ന്. ഈ മോദി സർക്കാർ മൂന്നാമത് അധികാരത്തിൽ വന്നിട്ട് 2 വർഷമായി. എന്തുകൊണ്ടാണ് അധികാരത്തിൽ വന്ന സമയത്ത് ഇത് തൊടാതിരുന്നത്? ഇപ്പോൾ ഇതൊരു പുതിയ അജണ്ടയായി കൊണ്ടുവന്നത് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. ഇതിൽ RSSന്റെ വളരെ വ്യക്തമായ അജണ്ടകളുണ്ട്. ഈ അജണ്ട നടപ്പിലാവുന്നതോടുകൂടി ഇന്ത്യയിൽ BJPക്ക് വലിയ രീതിയിലുള്ള ഏകാധിപത്യം ഉണ്ടാവാൻ പോവുകയാണ്. ഇവിടെ പല തരത്തിലുള്ള ഏകാധിപത്യ പ്രവണതയിലേക്ക് ഇപ്പോൾ തന്നെ ഏകാധിപത്യമാണ്, അല്ലെങ്കിൽ പലപ്പോഴും നമുക്കറിയാം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്, ഒരു രാജ്യമാണ് ഇന്ത്യ. ഇത് കുറച്ചും കൂടി രൂക്ഷതയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. രേഷേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഇലക്ഷന്റെ ചൂടൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരവസരമാണ്. ചൂട് കഴിഞ്ഞിട്ടില്ല. മറ്റ് സ്റ്റേറ്റുകളിലേക്ക് അതാണ് പറഞ്ഞു വരാനായിട്ട് പോകുന്നത്. മറ്റ് സ്റ്റേറ്റുകളിൽ ചൂട് നിൽക്കുന്ന ഒരവസരത്തിൽ ആണിപ്പോൾ പാർലമെന്റ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അതും ഒരു പ്രധാനപ്പെട്ട 2 ബില്ലുകൾ എന്ന് തോന്നിപ്പിക്കുന്ന 2 സാധനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഒന്ന് മണ്ഡലങ്ങളുടെ പുനർക്രമീകരണം, 2 വനിതാ ബില്ല്. ശരിക്കും മണ്ഡല പുനർക്രമീകരണത്തിന് വേണ്ടിയിട്ട് വനിതാ ബില്ലിനെ കൊണ്ടുവരികയും അതിലൂടെ പലതിനെ ഒളിച്ചു കടത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഫീലാണ് വരുന്നത്. എന്താണ് തോന്നുന്നത്? അല്ല, ഇത് വളരെ വ്യക്തമാണ്. കാരണം BJP എല്ലാ തരത്തിലും രാജ്യത്തെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ നുഴഞ്ഞു കയറുകയും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുക എന്നുള്ളത് BJP അധികാരത്തിൽ വന്ന ആ സമയം തൊട്ട് ആരംഭിച്ചതാണ്. പല രീതിയിൽ പല വഴികളിലൂടെ ഈ ജനാധിപത്യ കശാപ്പ് ചെയ്യാനും നമുക്കറിയാം. പല സ്റ്റേറ്റുകളിലും വലിയ രീതിയിലുള്ള കുതിരക്കച്ചവടം നടന്നു. ന്യൂനപക്ഷമായിരുന്ന BJP പിന്നീട് കുതിരക്കച്ചവടത്തിലൂടെ അധികാരത്തിലേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ പല സ്റ്റേറ്റുകളിലും കണ്ടു. ആ കാലം കഴിഞ്ഞു. കാരണം പരമാവധി ആളുകളെ കൂടെ നിർത്താനും കുതിരക്കച്ചവടത്തിലൂടെ പല സ്ഥലങ്ങളിലും ഭരണം പിന്നീട് ശക്തിപ്പെടുത്താനൊക്കെ BJP കഴിഞ്ഞോടുകൂടി ഇന്ത്യയിൽ മിക്ക സ്റ്റേറ്റുകളും ഇപ്പോൾ BJPക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥയിലേക്ക് വന്നു. ദക്ഷിണേന്ത്യയിലാണ് ഏറ്റവും കുറവ്. കാരണം കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും അതുപോലെ തന്നെ തെലങ്കാനയിലും ഇപ്പോൾ BJPക്ക് ഭരണമില്ല. BJPക്ക് അവിടെ തിരിച്ചു വരാൻ പറ്റുന്ന അല്ലെങ്കിൽ ഭരണം പിടിച്ചെടുക്കാവും ഏക സാധ്യതയുള്ള സ്ഥലം അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കർണാടക മാത്രമാണ്. അതേസമയം ഹിന്ദി ഐക്യനാടുകളിൽ വലിയ രീതിയിൽ BJP അതിശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഇവിടങ്ങളിൽ സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് BJPയുടെ രാജ്യത്തെ അധീശത്വം, അതായത് ഏറ്റവും വലിയ ശക്തിയായി മാറുക, ഘടകകക്ഷികൾ പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് BJP ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇത് BJPയുടെ അജണ്ട എന്ന് പറയുന്നതിനേക്കാളപ്പുറം RSSന്റെ ദീർഘകാലമായുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ ഇത്തരത്തിൽ BJPക്ക് എക്കാലത്തും ഏകാധിപത്യം ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള നീക്കങ്ങൾ ആരംഭിച്ചത് നമ്മളിൽ കാണേണ്ടതുണ്ട്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അസമിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പുതുച്ചേരിയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പക്ഷേ മറ്റ് 2 വലിയ സ്റ്റേറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2 സ്റ്റേറ്റ് എന്ന് പറയുന്നത് തമിഴ്നാടാണ് ഒന്ന്, മറ്റൊന്ന് പശ്ചിമ ബംഗാളാണ്. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ദീർഘകാലമായി BJP അധികാരം പിടിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 3 ടേമിലായി BJP അധികാരം പിടിക്കാൻ വേണ്ടി അവരുടെ അവനാഴിയിലെ എല്ലാ അമ്പുകളും ഉപയോഗിക്കുന്നു. ഇത്തവണയും വലിയ രീതിയിലുള്ള ഈ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് പശ്ചിമ ബംഗാൾ. അതുപോലെ തന്നെ ദ്രാവിഡ രാഷ്ട്രീയം ഏറ്റവും ശക്തമായ ഒരു സ്റ്റേറ്റാണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ എല്ലാ കാലത്തും 2 ദ്രാവിഡ കക്ഷികൾ പരസ്പരം ഏറ്റുമുട്ടുകയും അവരിൽ ഒരാൾ ജയിച്ചു വരികയും ചെയ്യുന്നതാണ്. അപ്പം കോൺഗ്രസിനൊക്കെ നേരത്തെ വലിയ മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ് ആയിരുന്നു തമിഴ്നാട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഈ സ്റ്റേറ്റിലും ഏതെങ്കിലും രീതിയിൽ ഭരണത്തിൽ പങ്കാളികളാവണം എന്ന് വളരെ ആഗ്രഹിക്കുക. നമ്മൾ ബീഹാറിൽ ഭരണത്തിൽ പങ്കാളിയായി, ഒടുവിൽ എന്തായി, ബീഹാറിന്റെ ഭരണം അവിടുത്തെ മുഖ്യമന്ത്രിയായി തവണ BJP വന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. ഇനി അവർ ലക്ഷ്യമിടുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് ഒന്ന് പശ്ചിമ ബംഗാളും അതുപോലെ തന്നെ ഒന്ന് തമിഴ്നാടുമാണ് ഭരണം പിടിക്കാൻ വേണ്ടി തയ്യാറാണ്. AIADMKയുമായി ചേർന്നുകൊണ്ടാണ് അവർ ഇത്തവണ അവിടെ ഇലക്ഷൻ നേരിടുന്നത്. ഇലക്ഷൻ കൊടുമ്പിരിക്കൊള്ളുന്നതിനിടയിലാണ് ഈ സ്റ്റേറ്റുകളിലുള്ള MP മാരെ മൊത്തം ഇപ്പോൾ 3 ദിവസം
പാർലമെന്റിൽ ഇരുത്തി മറ്റൊരു വിഷയത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത്. ഇപ്പം ഈ 2 സ്റ്റേറ്റുകളിലുള്ള ചർച്ച എന്ന് പറയുന്നത് വനിതാ സംവരണ ബില്ലിന് എതിരാണ് പ്രതിപക്ഷ കക്ഷികൾ. അതായത് DMK ആയാലും അതുപോലെ തന്നെ CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസ് തുടങ്ങിയ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന എല്ലാ കക്ഷികളും ഈ സ്ത്രീ സംവരണ ബില്ലിന് എതിരാണ് എന്നുള്ളൊരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഈ 3 ദിവസം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് BJP നേരിട്ടിരിക്കുന്ന ഏറ്റവും വലിയ വിജയം. എന്തിനാണ് ഈ നിയമസഭാ ഇലക്ഷൻ സമയത്ത് തന്നെ ഈ ബിൽ വളരെ അടിയന്തരമായി കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ഇന്ത്യയിലുള്ള സ്ത്രീകൾക്കിടയിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുക. 2 ഈ സ്റ്റേറ്റുകളിലുള്ള എല്ലാ MP-മാരെയും, MP-മാർ എന്ന് പറയുന്നത് നമുക്കറിയാം ഓരോ സ്റ്റേറ്റിലെയും വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് MP-മാരായിട്ടുള്ളത് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ MP-മാരെ മൊത്തം പാർലമെന്റിൽ തളച്ചിടുകയും ഇലക്ഷൻ പ്രചരണത്തിൽ നിന്ന് പൂർണ്ണമായും വഴിമാറ്റി വിടുകയും ചെയ്യുന്ന കൃത്യമായൊരു ലക്ഷ്യമാണ് ഇവർ ഇപ്പോൾ വിജയകരമായി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഈ പരീക്ഷണം. കാരണം ഈ 2 ദിവസങ്ങളായിരിക്കും, നാളെ അടക്കം 3 ദിവസങ്ങളിലേക്ക് ചർച്ച, ഈ പാർലമെന്റിൽ ഈ ചർച്ച മുന്നേറുകയും എല്ലാ ആളുകളും ഈ ചർച്ചയുടെ പിറകെ, രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ഈ ചർച്ചയുടെ പിറകെയാണ്. കാരണം അവരെ നേരിട്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ സ്ത്രീ സംവരണ ബില്ല് പാസ്സാവുന്നതോടുകൂടി കുറേ സീറ്റുകളിലേക്ക് അല്ലെങ്കിൽ സംവരണ സീറ്റുകളായി സ്ഥിരം സീറ്റുകൾ മാറും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമുക്കറിയാം, മലപ്പുറത്തായാലും പൊന്നാനിയിലായാലും എല്ലാ കാലത്തും ലീഗ് മത്സരിക്കുകയും ലീഗ് വിജയിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ചിട്ട് ഈ 2 മണ്ഡലങ്ങളും വനിതാ സംവരണം ആവുകയാണെങ്കിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരിക്കും. കാരണം ലീഗ് ഒരിക്കലും പാർലമെന്റിലേക്ക് ഒരു സ്ത്രീ മത്സരിപ്പിച്ചിട്ടില്ല, അങ്ങനെ ഒരു സ്ത്രീ നേതാവും അവർക്കില്ല. ഇപ്പോൾ കോട്ടയത്ത് വരുമ്പോഴേക്ക് നമുക്കറിയാം അവിടെയും പാർലമെന്റിലേക്ക് ഒരു സ്ത്രീയെ ഒന്നും അയക്കാൻ പറ്റുന്ന ഒരു 2 കേരള കോൺഗ്രസിനും അത്തരത്തിലുള്ള വനിതാ നേതാവില്ല ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇപ്പം RSPയുടെ കാര്യമാവുകയാണെങ്കിൽ ഇപ്പൊ കൊല്ലം RSPയുടെ സീറ്റാണ്. അവിടെ പ്രേമേന്ദ്രൻ മത്സരിച്ച് പാർലമെന്റിലെത്തുന്ന ഒരു പ്രത്യേകതരം മണ്ഡലമാണ് അത്. കാരണം ഒരു MLA പോലും ഇല്ലാത്ത സാഹചര്യത്തിലും RSPക്ക് അവിടെ ജയിച്ചു വരികയും പ്രേമേന്ദ്രൻ സ്ഥിരം MP ആണ്. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം പ്രത്യേകിച്ച് ഇപ്പം കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കുന്ന മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് ആയതുകൊണ്ട് ജയിച്ചു വരുന്നു എന്നുള്ളതാണ്. ഇത്തരം ഓരോ ആളുകളും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സീറ്റുകൾ ഒരു സ്ത്രീ സംവരണ സീറ്റായി മാറുകയാണെങ്കിൽ ഇവർ വലിയ പ്രതിസന്ധിയിലാവും നമ്മളിൽ കാണേണ്ടതുണ്ട്. അപ്പം ഇതിലൂടെ ഈ പാർലമെന്റ് ഈ സമ്മേളനം, ഈ സ്പെഷ്യൽ സമ്മേളനം ഈ സമയത്ത് എന്നെ വിളിച്ചു ചേർത്തത് മറ്റ് പ്രതിപക്ഷ കക്ഷികളിലെല്ലാം കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണ്. BJP കുഴിച്ച കുഴിയിൽ ഇവരെല്ലാം പോയി പെട്ടിരിക്കുന്നു എന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട്. കാരണം രാജ്യത്താകമാനം പ്രതിപക്ഷ നേതാക്കന്മാർ അതായത് കോൺഗ്രസിൻ്റെ ആയാലും മറ്റ് CPM-ൻ്റെ ആയാലും മറ്റെല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരും സ്ത്രീ സംവരണ ബില്ലിനെതിരാണ് എന്നുള്ളത്. ഇപ്പം ഇന്ന് ശശി തരൂർ പാർലമെന്റിൽ പങ്കെടുത്ത് ഇതിൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വളരെ വ്യക്തമായൊരു കാര്യം പറയുകയാണ്. 1900 ഏതാണ്ട് 96 മട്ട് സ്ത്രീ സംവരണത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ബില്ല് പാസ്സാക്കി 2 സഭയിലും പാസ്സാക്കി ഏകപക്ഷീയമായി പാസ്സാക്കിയിട്ട് പോലും 23-ൽ നടപ്പിലാക്കേണ്ട ബില്ല് എന്തുകൊണ്ട് ഇത്രയും കാലം വൈകി എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് ഒരു ഓർഡിനൻസിലൂടെ ഇത് വളരെ പെട്ടെന്ന് ചർച്ച ചെയ്യാനുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്താണ് എന്നുള്ളതാണ്. വളരെ കൃത്യമായി ചർച്ച ചെയ്ത് വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ ചർച്ച ചെയ്ത് ദീർഘകാലത്തെ ചർച്ചകളിലൂടെ നടപ്പാക്കേണ്ടിയിരുന്ന ഈ പാർലമെന്റ് മണ്ഡല പുനരേകീകരണത്തെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് പോലോ അല്ലെങ്കിൽ സർവകക്ഷി യോഗമോ ഒന്നും വിളിക്കാതെ വളരെ പെട്ടെന്ന് ഇതൊരു നിയമമാക്കി കൊണ്ടുവരാനുള്ള ശ്രമം എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ദുരൂഹതമാണ് എന്ന് പറയുന്നത് തെറ്റാണ്. വളരെ വ്യക്തമാണ്. ഇത് BJPക്ക് രാജ്യത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടിയും ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് എന്നുള്ളത് സംശയവിധമന്യേ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ നമ്മൾ കാണേണ്ടത് ഈ 3-ാം തവണയും മോദി അധികാരത്തിൽ വന്നതോടുകൂടി നിരവധിയായ ഇത്തരം നിയമങ്ങൾ പാസ്സാക്കിയെടുത്തുകൊണ്ട് BJP പല രീതിയിൽ നമ്മുടെ ഭരണഘടനയെ ഏതെങ്കിലും തരത്തിൽ പൊളിച്ചെഴുതാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത ടേമിൽ ഈ 850 സീറ്റിലേക്ക് വരികയാണെങ്കിൽ വലിയ 3-ൽ 1 എന്നുള്ള രീതിയിലേക്ക് BJP വളരെ വലിയ രീതിയിൽ കുതിച്ചു വരും. ഈ കുതിച്ചുയരോടുകൂടി ഭരണഘടനയിൽ തന്നെ പല പൊളിച്ചെഴുത്തുകളും നടത്തും എന്നുള്ളത് തന്നെയാണ്. ഇതാണ് RSSന്റെ അജണ്ട എന്നുള്ളത്. ഈ നമ്മളിപ്പം ഈ പുനരേകീകരണം എന്ന് പറയുന്നത് പുനർക്രമീകരണം അല്ല പുനർക്രമീകരണം ജനസംഖ്യ അനുപാതി നമ്മൾക്ക് 10 സീറ്റിന്റെ വർധന വരും എന്ന് പറയുന്നു. 23 സീറ്റിലേക്ക് വരെ വർദ്ധിക്കാം എന്ന് പറയുന്നു. എന്തായിരിക്കാം ജനസംഖ്യ അനുപാതികമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പുനർക്രമീകരണം നടക്കുന്നത് എങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അല്ല, ഇതിപ്പം കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞത് കേരളം പോലെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഭയം വേണ്ട, ആശങ്ക വേണ്ട എന്നും അങ്ങനെ
ഒരു സീറ്റ് കുറയുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല എന്നും 10ഓളം സീറ്റുകൾ ചിലപ്പോൾ കേരളത്തിന് വർദ്ധിച്ചേക്കാം എന്നുള്ളതാണ്. പക്ഷേ ജനസംഖ്യാനുപാതികമായിട്ടുള്ള ഒരു പിന്നെ പുനരേകീകരണമാണ് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കേരളത്തിന് സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അഥവാ വർദ്ധിച്ചാൽ തന്നെ വളരെ നാമമാത്രമായ വർധനവ് 1-2 സീറ്റുകൾ ഇവിടെ വർദ്ധിക്കും. പക്ഷേ നമ്മൾ നോക്കൂ, നേരത്തെ ഞാൻ പറഞ്ഞു ഹിന്ദി ഹൃദയഭൂമിയിൽ, അതായത് UP-യിലായാലും ശരി, മധ്യപ്രദേശ്, രാജസ്ഥാനിലായാലും ബീഹാറിലായാലും ഒക്കെ എന്ന് പറഞ്ഞാൽ ജനസംഖ്യ വളരെ കൂടുതലായ സ്ഥലങ്ങളാണ്. അപ്പോൾ ജനസംഖ്യാനുപാതികമായിട്ടുള്ള പുനഃസംഘടനയാണ് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടങ്ങളിലൊക്കെ നേരെ ഇരട്ടി സീറ്റുകളൊക്കെ വർദ്ധിക്കുമ്പോൾ കേരളത്തിൽ ഇനി 10 സീറ്റ് വർദ്ധിച്ചാൽ പോലും നമുക്ക് അവിടെ ന്യൂനപക്ഷമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. ഇതാണ് കേരളത്തെ ആശങ്കപ്പെടുത്തുന്നത്. അപ്പോൾ ഈ 71 സെൻസസ് പ്രകാരമുള്ള 543 സീറ്റ് എന്നുള്ളത് പാർലമെന്റിൽ ഈ 1971 സെൻസസ് പ്രകാരമുള്ള സീറ്റിന്റെ എണ്ണമാണ്. അതിനുശേഷം 2001 സെൻസസ് പ്രകാരം നമ്മൾ ചില അതിർത്തികളൊക്കെ മാറ്റി നിർണയിച്ചെങ്കിൽ പോലും കേരളത്തിലോ മറ്റേതെങ്കിലും സ്റ്റേറ്റുകളിലോ ഒരു സീറ്റ് പോലും വർദ്ധിച്ചിരുന്നില്ല നമ്മൾ കാണണം. പക്ഷേ നമ്മൾ പുതിയ പാർലമെന്റ് മന്ദിരം പണിതപ്പോൾ തന്നെ അവിടെ സീറ്റുകളുടെ വർധനവ് കണ്ടപ്പോൾ തന്നെ വളരെ വ്യക്തമായിരുന്നു ഈ എന്തോ പുതിയ രീതിയിലുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു. ഒരുപക്ഷെ 1000 സീറ്റൊക്കെ ഉണ്ടാവുന്ന രീതിയിലേക്ക് ചിലപ്പോൾ ഈ പുനരേകീകരണം നടത്തിയേക്കാം എന്നുള്ളത്. പക്ഷേ ആ സമയത്തും പുനരേകീകരണത്തെക്കുറിച്ച് വലിയ ചർച്ചകളൊന്നും ഇല്ലാതെ BJP വളരെ അത് സൂക്ഷിച്ചു വയ്ക്കുകയും ഒരു നിർണായക ഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ സമയത്ത് അത് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നത് തീർച്ചയായും ഭയങ്കര രഹസ്യാത്മകമായൊരു നീക്കം തന്നെയാണെന്നുള്ളത് സംശയം വേണ്ട എന്നുള്ളതാണ്. ഈ രഹസ്യാത്മകമെന്ന് പറയുമ്പോൾ തന്നെ BJP-യുടെ പല പ്രവർത്തനങ്ങളും രാഷ്ട്രീയ അജണ്ടകളും ഒളിച്ചു കടത്തുകയാണ് ചെയ്യാറുള്ളത്. തീർച്ചയായും ഇപ്പൊ നോട്ട് നിരോധനം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും 10 വർഷക്കാലത്തെ ഈ BJP-ന്റെ നീക്കങ്ങളെല്ലാം ദുരൂഹമായിരുന്നു. പക്ഷേ ഇവിടെയും സംഭവിക്കുന്നതാണ്. വനിതാ ബിൽ എന്തിനാണ് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അവതരിപ്പിക്കുന്നത് എന്നുള്ള അല്ല, ഇതൊരു കോംബോ ആയിട്ട് അവതരിപ്പിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതാണ്. കാരണം രാജ്യത്തുള്ള സ്ത്രീകളെല്ലാം ഈ സ്ത്രീ സംവരണ ബില്ലിലൂടെ മോദിയുടെ ആരാധകരായി മാറണം എന്നുള്ളതാണ് അവർ. കാരണം സ്ത്രീകൾക്ക് ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, അത് മോദിയിലൂടെ മാത്രമാണ്. അത് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. കങ്കണയുടെ ഇന്നത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രകാരം മോദിയാണ് ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത്. ഈ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം നൽകിയ നേതാവ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആരാണെന്ന് ഭാവിയിൽ ചോദിക്കുമ്പോൾ അത് തീർച്ചയായും മോദിയുടെ പേരിലാണ് അറിയപ്പെടുക എന്നുള്ളതാണ്. പക്ഷേ സ്ത്രീ സംവരണ ബില്ല് യഥാർത്ഥത്തിൽ മോദിയുടെ സംഭാവനയല്ല എന്നുള്ളത് നമ്മൾ കാണണം. നേരത്തെ വളരെ കാലം മുന്നേ തന്നെ സ്ത്രീകൾക്ക് 33% സംവരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു ബില്ല് ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറേ പഠനങ്ങൾ നടന്നിട്ടുണ്ട്, അതിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും പല സർക്കാരുകൾക്കും അത് നിയമമാക്കി എടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളത് തെറ്റാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് കൊണ്ടുവന്നത്, എന്തുകൊണ്ട് 23 നടപ്പിലാക്കിയില്ല എന്നുള്ള ശശി തരൂരിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ തീർച്ചയായും 2023 നടപ്പാക്കാമായിരുന്ന ബില്ല് പിന്നീട് നടപ്പാക്കാതിരിക്കുകയും ഈ മോദി സർക്കാർ 3ാമത് അധികാരത്തിൽ വന്നിട്ട് 2 വർഷമായി. എന്തുകൊണ്ടാണ് അധികാരത്തിൽ വന്ന സമയത്ത് ഇത് തൊടാതിരുന്നത്, ഇപ്പോൾ ഇതൊരു പുതിയ അജണ്ടയായി കൊണ്ടുവന്നത് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. ഇതിൽ RSSന്റെ വളരെ വ്യക്തമായ അജണ്ടകളുണ്ട്. ഈ അജണ്ട നടപ്പിലാവുന്നതോടുകൂടി ഇന്ത്യയിൽ BJPക്ക് വലിയ രീതിയിലുള്ള ഏകാധിപത്യം ഉണ്ടാകാൻ പോവുകയാണ്. മറ്റൊരു കക്ഷിക്കും ഭരണത്തിലെത്താൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിപ്പോൾ ഇന്ത്യ മുന്നണി എന്നുള്ള മഴവിൽ മുന്നണിയൊക്കെ പലപ്പോഴും ഉണ്ടാവുകയും എന്നാൽ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോഴേക്ക് അതെല്ലാം മാഞ്ഞു പോവുകയും ചെയ്യുന്ന ചിത്രം പലപ്പോഴായി BJP നേതാക്കന്മാരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പരിഗണിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള വളരെ കൃത്യമായൊരു നീക്കം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ജനാധിപത്യത്തിന് ഒറ്റ നോട്ടത്തിൽ ജനാധിപത്യത്തിന് വലിയ ഗുണം ചെയ്യും എന്ന് മനസ്സിലാവും. പക്ഷേ വളരെ കുറച്ചും കൂടി ഗ്രാസ് റൂട്ട് ലെവൽ എടുത്ത് നോക്കി പരിശോധിക്കുമ്പോൾ ഇത് ജനാധിപത്യത്തിന് വലിയ അപകടമാണ് എന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട്. MPമാരുടെ എണ്ണം കൂടിയതുകൊണ്ട് മാത്രം രാജ്യത്തിൽ പുരോഗതി ഉണ്ടാവുന്നോ അല്ലെങ്കിൽ ഭരണഘടനാപരമായ എല്ലാ ഇതും സംരക്ഷിക്കപ്പെടും എന്നൊന്നും വിചാരിക്കരുത്. ഇവിടെ പല രീതിയിൽ പലതരത്തിലുള്ള ഏകാധിപത്യ പ്രവണതയിലേക്ക് ഇപ്പോൾ തന്നെ ഏകാധിപത്യമാണ്, അല്ലെങ്കിൽ പലപ്പോഴും നമുക്കറിയാം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയൊക്കെ ഉള്ള ഒരു പ്രദേശമാണ്, ഒരു രാജ്യമാണ് ഇന്ത്യ. ഇത് കുറച്ചും കൂടി രൂക്ഷതയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തെ അവിയൽ പരുവത്തിലേക്ക് ആക്കുന്ന അവസ്ഥയില്ല. അതിനിപ്പോൾ അതിലെ വിഷയം എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ വളരെ MPമാരുടെ എണ്ണം വളരെ കുറയുകയും ഹിന്ദി നാടുകളിൽ MPമാരുടെ എണ്ണം ഹ്യൂജായി വർദ്ധിക്കുകയും ചെയ്യുന്നതോടുകൂടി രണ്ടാം തരം പൗരന്മാരായി അല്ലെങ്കിൽ രണ്ടാം തരം MPമാരായി ദക്ഷിണേന്ത്യയിലെ MPമാർ മാറും എന്നുള്ളതിൻ്റെ ഒരു വലിയ അപകടകരമായ ഒരു അവസ്ഥയുണ്ട് എന്ന് നമ്മളിതിൽ കാണേണ്ടതുണ്ട്.
ഇപ്പൊ BJP-ക്ക് വലിയ MP-മാരൊന്നും ഉള്ള സ്റ്റേറ്റുകളല്ലല്ലോ ഇത്. ഇപ്പൊ കർണാടകത്തിൽ മാത്രമാണ് അത്തരത്തിൽ കുറച്ച് സ്റ്റേറ്റ് അത് ഉള്ളത്. അതുകൊണ്ട് തന്നെ BJP ലക്ഷ്യമിടുന്നത് ഒന്നുകിൽ ഇവിടെ ഭരണത്തിൽ വരണം, അല്ലെങ്കിൽ ഇവിടെ ഒരു കാരണവശാലും അധികാരത്തിൽ വരാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ശക്തമായ ഒരു നിയമം പോലും പാസ്സാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു MP-മാർ ഉണ്ടാവരുത് എന്നുള്ളതാണ് ഈ പ്രദേശത്ത് നിന്ന്. അത് അവർ നേടിയെടുക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.